ഒരു ദിവ്യ ഐതിഹ്യം ഇങ്ങനെയാണ്. ജര എന്ന വേട്ടക്കാരന്റെ അമ്പ് ശ്രീകൃഷ്ണ ഭഗവാനെ സ്പർശിച്ചു. ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ ശരീരം അഗ്നിയിൽ സമർപ്പിച്ചു. എന്നാൽ ഭഗവാന്റെ ഹൃദയം അഥവാ ദിവ്യതത്വം നശിച്ചില്ലെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ദിവ്യതത്വം കടലിൽ സമർപ്പിച്ചു എന്നാണ് വിശ്വാസം. ഇവിടെ നിന്നാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ കഥ തുടങ്ങുന്നത്. പഴയകാലത്ത് പുരി പ്രദേശം പുരുഷോത്തമ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിഷ്ണു ഭഗവാന്റെ പുണ്യഭൂമിയായി പറയുന്നു. ആ കാലത്ത് ഒഡീഷയിലെ കാട്ടിനുള്ളിൽ ഗോത്രനായകനായ വിശ്വവാസു എന്ന സബരൻ രഹസ്യമായി നീലനിറമുള്ള വിഷ്ണുരൂപം അഥവാ നീലമാധവനെ ആരാധിച്ചു. അവന്തി ദേശത്തെ രാജാവായ ഇന്ദ്രദ്രുമ്ന മഹാരാജാവ് വലിയ വിഷ്ണുഭക്തനായിരുന്നു. ദൈവദർശനം നേടുക അതായിരുന്നു ഇന്ദ്രദ്രുമ്ന മഹാരാജാവിന്റെ ഏക ലക്ഷ്യം. നീലമാധവനെ കുറിച്ചുള്ള വാർത്ത കേട്ട് ഇന്ദ്രദ്രുമ്നൻ മഹാരാജാവ് ദൂതനായ വിദ്യാപതിയെ കാട്ടിലേക്ക് ഗോത്രനായകനായ വിശ്വവാസുവിന്റെ വിശ്വസ്തത നേടിയെടുത്ത വിദ്യാപതി നീലമാധവനെ ദർശിക്കുകയും ചെയ്തു. എന്നാൽ വിദ്യാപതി രാജാവുമായി അവിടെ എത്തിയപ്പോൾ ആരാധനാമൂർത്തി അപ്രത്യക്ഷമായി. രാജാവ് ദുഃഖിച്ചു. അങ്ങനെയിരിക്കെ രാജാവിനു വിഷ്ണു ഭഗവാന്റെ ദിവ്യദർശനമുണ്ടായി. സമുദ്രത്തിൽ നിന്ന് വരുന്ന ദിവ്യദാരുവിൽ എന്റെ പുതിയ രൂപമുണ്ടാകും. രാജാവ് സമുദ്രതീരത്തെത്തിച്ചേർന്നപ്പോൾ അവിടെ ഒരു ദിവ്യ മരക്കട്ട ദർശിച്ചു. അത് വിശുദ്ധമായി സ്വീകരിച്ച് വിഗ്രഹ നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ അവിടെ ഒരു വൃദ്ധശില്പി എത്തിച്ചേർന്നു. വാതിൽ തുറക്കരുത് എന്നൊരു നിബന്ധനയോടെ അദ്ദേഹം വിഗ്രഹ നിർമ്മാണം തുടങ്ങി. പുരാണം പറയുന്നത് ദേവന്മാരുടെ ദിവ്യശില്പിയായ വിശ്വകർമ്മൻ തന്നെയായിരുന്നു അതെന്ന്. ദിവസങ്ങൾ കഴിഞ്ഞു. അകത്തു നിന്നൊരു യാതൊരു ശബ്ദവുമില്ല. ആശങ്കപ്പെട്ട രാജാവ് വാതിൽ തുറന്നു. എന്നാൽ അകത്ത് കണ്ടത് 3 ദിവ്യ വിഗ്രഹങ്ങൾ. പൂർണ്ണ രൂപത്തിലല്ലാത്ത ജഗന്നാഥൻ, ബാലഭദ്രൻ, സുഭദ്ര എന്നിവയാണ് ഈ വിഗ്രഹങ്ങൾ. ഇത് ദൈവിക ഇച്ഛയായി കരുതി അവയെ പ്രതിഷ്ഠിച്ചു. ഇന്നും ജഗന്നാഥന്റെ അപൂർണ രൂപം ആ ദിവ്യ സംഭവത്തിന്റെ ഓർമ്മയാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ദാരുബ്രഹ്മം, ജഗന്നാഥ വിഗ്രഹത്തിന്റെ അകത്തെ ദിവ്യതത്വം, അതായത് ശ്രീകൃഷ്ണന്റെ ആത്മസാന്നിധ്യമായി കരുതപ്പെടുന്നു. കാലക്രമേണ ഈ ദിവ്യതത്വം ദാരുബ്രഹ്മം എന്നായി അറിയപ്പെട്ടു. നമ്പകലേബരം എന്ന അപൂർവ ചടങ്ങിൽ പഴയ വിഗ്രഹത്തിൽ നിന്ന് പുതിയ വിഗ്രഹത്തിലേക്ക് ദാരുബ്രഹ്മം മാറ്റപ്പെടുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഏറ്റവും രഹസ്യമായ ആചാരമാണ് നമ്പകലേബരം. ഈ ചടങ്ങിൽ ജഗന്നാഥൻ, ബാലഭദ്രൻ, സുഭദ്ര എന്നിവരുടെ മരവിഗ്രഹങ്ങൾ പുതുക്കപ്പെടുന്നു. ദാരുബ്രഹ്മം മാറ്റുന്ന ചടങ്ങ് അത്യന്തം രഹസ്യമാണ്. സമ്പ്രദായപ്രകാരം പുരോഹിതന്മാർ കണ്ണുകെട്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത് എന്ന് പറയുന്നു. അധിക ആഷാഢ മാസം വരുന്ന വർഷങ്ങളിൽ മാത്രം ഈ ചടങ്ങ് നടക്കുന്നു. ദൈവം പുതിയ ശരീരം സ്വീകരിക്കുന്നു. ശരീരം മാറുന്നു, പക്ഷേ ജഗന്നാഥൻ ശാശ്വതൻ എന്ന തത്വം.